അപ്പൊ ഞങ്ങൾ ഫിനാലേക്ക് പോവുകയാണ്. ചെക്കടാ കൂട്ടറാ കൂട്ടറാ കൂട്ടാ പോയി വരാട്ടാ. ഞങ്ങൾ ഫിനാലേക്ക് പോകുന്നു. എല്ലാരും ഉണ്ട്. സിജോ അതെ അതെ ശ്രീലക്ഷ്മി മാം അതെ അതെ അവിടെ CCTV ക്യാമറ ഉണ്ടോ ഫ്ലോറിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ കപ്പ് മോഷ്ടിക്കാനാണോ? അബി ഇതാരാ വെള്ളം വെള്ളിട്ട് രണ്ടാൾക്കാർ? നിങ്ങൾ തമ്മിൽ ലവ് ആണോ കല്യാണമാണോ? വിളിച്ചില്ലെന്ന് പറയുന്നല്ലേ? ഓക്കെ ഞാനിന്റെ ഗ്ലാസ് അടിച്ചു മാറ്റിട്ട് കാര്യം ഇല്ല മനുഷ്യ പോയി മനുഷ്യ സാധനം പോയി. സോ ഗൈസ് ബിഗ് ബോസിന്റെ ഹോട്ടൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലില് കള്ളന്മാരുണ്ട്. ഗ്ലാസ് പോയി. ഞാൻ പറയും എന്റെ ഷെയ്ഡ് പോയി. എന്ത് പറ്റി? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. കട്ടമാണ്. ഓക്കെ ഗൈസ് ഈ പെങ്ങൾ അപ്സര മാം എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസിലെ ജേർണി? അങ്ങനെ പറയരുത്, രണ്ടു വാക്കെങ്കിലും പറയണം. വളരെ മികച്ച രീതിയിലായിരുന്നു യാത്ര. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6ന്റെ പരിപാടികൾ അവസാനിക്കുകയാണ്. ഇപ്പോൾ ക്യാരവൻ്റെ അകത്താണുള്ളത്. ഫോർ ദ ലാസ്റ്റ് ഷൂട്ട്, ഏറ്റവും ലാസ്റ്റ് ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ കയറിയിരിക്കുകയാണ്. ഫിനാലെ ഡേ ആര് ജയിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ബട്ട് ഫോർ മീ പേഴ്സണലി അഭിഷേക് ഓർ അർജുൻ, അതാണ് എൻ്റെ ഒരു ചോയ്സ്. അഭിഷേക് ജയിച്ചാലോ അർജുൻ ജയിച്ചാലോ ഐ ബി വെരി ഹാപ്പി. അതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആസ്പെക്റ്റിലാണ് ഞാൻ ആ പറഞ്ഞത്. ഗെയിം ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ഓർ ജാസ്മിൻ. അതിൽ തന്നെ എന്നോടൊരു പേഴ്സണൽ ചോയ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി സേ ജാസ്മിൻ. പിന്നെ ജിൻഡോ അടിച്ചാലും സീനൊന്നുമില്ല. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ്. കഴിഞ്ഞ് പോട്ട്, കളി കഴിഞ്ഞ് ഗെയിം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ പരിപാടികൾ അങ്ങനെ അവസാനിക്കാൻ പോവാണ്. ലാലേട്ടനൊപ്പം ഇന്ന് ഫ്ലോറിൽ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മൾ ഇന്നലെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ പരിപാടി കഴിഞ്ഞല്ലോ. എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. സപ്പോർട്ട് ചെയ്തവർക്കും വിമർശനങ്ങൾ പറയുന്നവർക്കൊക്കെ ലോട്ട്സ് ഓഫ് ലവ്. ഇനിയിപ്പോൾ ഈ പരിപാടി തീർന്നു. ഇത്ര കാലം ഇതിനൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ബിഗ് ബോസ് ഒരു എക്സൈറ്റ്മെൻറ്റ് അത് എക്സ്പ്ലോർ ചെയ്തു. ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയാണ്. ലൈഫിൽ ഒരുപാട് വലിയ ചേഞ്ചസ് കൊണ്ടാണ് ബിഗ് ബോസിനെ കൊണ്ട് പറ്റി. താങ്ക്സ് ഫോർ ദി ഷോ, എൻറ്റയർ ക്രൂ, എല്ലാവർക്കും. അപ്പോൾ ഓക്കെ മക്കളെ, ഫിനാലെ കഴിയുന്നു. ഒരാൾ വിന്നറാകുന്നു. രാത്രി ഞങ്ങൾ പാർട്ടിയാകുന്നു. ഞങ്ങൾ പോകുന്നു. ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഫിനാലെ കഴിഞ്ഞു. ചെന്നൈയിലാണ്. അതെ, സ്നേഹത്തിലുണ്ട്. അപ്പോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. ഞാൻ ഫിനാലേനേക്കാൾ കൊണ്ട് ഞാൻ ലാലേട്ടന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ലാലേട്ടൻ വരിക അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക, പിന്നെയും പോകുമ്പോ അങ്ങോട്ട് ലാലേട്ടൻ പോണ സ്റ്റെപ്പടി ഒക്കെ ബാക്കൊക്കെ ഒക്കെ നോക്കിയിരിക്കുക എന്റെ പണി. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ കളറായിരുന്നു പ്രോഗ്രാം. ഫിനാലെ അടിപൊളിയായിരുന്നു. നമ്മളെ ജിൻഡോ കപ്പ് തൂക്കിയിരിക്കുകയാണ്. ജിൻഡോ വിന്നർ ആയിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അർജുൻ കപ്പടിക്കണം എന്നായിരുന്നു. അതിലെനിക്ക് ഭയങ്കര ഒരു സാഡ് ഉണ്ട്. ബിക്കോസ് അർജുന് കപ്പ് കിട്ടിയില്ല. ഐ തോട്ട് അഭിഷേക്, സിജോ ഇല്ലെങ്കിൽ അഭിഷേക് ഓർ അർജുൻ. അർജുൻ ഫസ്റ്റ് റണ്ണറപ്പ് ആയി, അഭിഷേക് ഫോർത്ത് റണ്ണറപ്പ്, തേർഡ് റണ്ണറപ്പ് ആയി അഭിഷേക്. പിന്നെ കഷ്ടപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കിയ രണ്ട് വ്യക്തികള്, കഷ്ടപ്പെട്ടതല്ല വളരെയധികം കണ്ടന്റ് ജിൻഡോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ജാസ്മിന്റെ ജേർണിയിൽ വന്നതാണ്. അപ്പൊ അത് രണ്ട് കണ്ടന്റ് മേക്കേഴ്സ് ഓഫ് ദിസ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജാസ്മിൻ, ഒന്ന് ജിൻഡോ. അതിൽ തന്നെ പേഴ്സണൽ പ്രിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജാസ്മിന് പറയും. അപ്പൊ ജിൻഡോക്ക് കിട്ടിയതിനും എനിക്ക് പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് അങ്ങനെ സീനൊന്നുമില്ല. ഹാപ്പി ഫോർ ഹിം. ബിക്കോസ് അയാള് എന്താ പറയാ, ഒരാളും അയ്യോ സത്യം പറഞ്ഞാൽ ജേർണി ഭയങ്കര സൂപ്പർ. ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് കൂടാതെ എങ്ങനെ ഉണ്ടായിരുന്നു ഫിനാലെ? അടിപൊളിയായിരുന്നില്ലേ? ഇരുന്ന് പുഴുത്ത് ചത്ത്. അപ്പോ അങ്ങനെ ജിൻഡോ കപ്പ് അടിച്ചിരിക്കുകയാണ്. സോ പ്രകാരം ജിൻഡോ ചേട്ടൻ കപ്പ് എടുത്തിരിക്കുകയാണ്.
ആൻഡ് നമ്മള് സാറ്റിസ്ഫൈഡ് ആണ്, നമ്മള് ഹാപ്പിയാണ്. നമുക്കൊക്കെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രേക്ഷകർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി കപ്പെടുത്തു, ഒരുപാട് പേര് പങ്കെടുത്തു. ഞാന്, ഗബ്രി, ഒരുപാട് പേര് നമ്മള് പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെയൊക്കെ ലൈഫിൽ നല്ല കാര്യല്ലേ. ഇതൊരു ഷോ ആണ്. ഷോ വിജയിച്ചു. വേറെ വലിയൊരു കാര്യം പറയാനുള്ളത്, ഫിനാലെ ദിവസം ലാലേട്ടൻ പറഞ്ഞൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കാണും. 65% ഹൈക്കല്ലേ വോട്ടിംഗിൽ, 60% ഹൈക്കും. മോർ ദാൻ 1 crore പീപ്പിൾ വോട്ട് ചെയ്തു. കഴിഞ്ഞ സീസണിൽ അതെ, സീസൺ 5 സക്സസ്ഫുൾ. 1,50,00,000 അങ്ങനെയാട്ടോ. സീസൺ 6 ഡൗൺ ആണെന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ ഒരു അല്ല, അത് സ്നേഹ വേറെ കാര്യമുണ്ട്. എവറി ഇയർ ദ നെക്സ്റ്റ് സീസൺ ഈസ് ഗോയിങ് ബിഗർ. അതങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മള് ഈ ഷോ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു സീസൺ താന്നതോ പൊങ്ങിയതോ അല്ല. കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും ഈ ഷോ അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ആണ് ശരിക്കും വലുത്. അത് വലിയൊരു സംഭവമാണ്. അത് ഓരോ 6 കഴിഞ്ഞ് 7 വരുമ്പോ 7 ഇതിലും വലുതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ ലാലേട്ടൻ, താങ്ക്സ് ഫോർ എൻഡമോൾ, താങ്ക്സ് ഫോർ ഏഷ്യാനെറ്റ്, അൾട്ടിമേറ്റ്ലി താങ്ക്സ് ടു ദി ഓഡിയൻസ് എല്ലാവർക്കും താങ്ക് യു. ബിഗ് ബോസ് അവിടെ എന്റെ സൗണ്ട് ഇവിടെ പോകുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര സങ്കടം. കുറെ ഇമോഷണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെയൊക്കെ ജേർണി കാണിച്ചു. കുറെ ഇമോഷണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ലേണിംഗ് കർവ് അല്ലെ, ഒരുപാട് പഠിച്ചിട്ടുണ്ട് ബിഗ് ബോസിനകത്തുനിന്ന്. എല്ലാ വിജയികൾക്കും അതെ, കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങള് പാർട്ടിക്ക് പോട്ടെ. അപ്സര, ഹായ് നോറ മുസ്ക, ഹായ് നിഷാന, ഹായ് അഭിഷേക്, ഹായ് മിസ്റ്റർ അർജുൻ, യോ ബ്രോ, യാ ഗബ്രി, യാ ഇതിന്റെ വ്ളോഗാ, രഞ്ജിനി, ഇതിന്റെ വ്ളോഗാ. ഹായ്, യെസ്, ചെന്നൈ, യാ കൊച്ചി. സീസൺ 6 മുടിഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 മുടിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇന്ന് തിരിച്ച് നാട്ടിൽ പോവാണ് അല്ലടാ. ഞങ്ങൾ നാട്ടിൽ പോവാണ്. ഇന്ന് എത്ര മണിക്കാണ് എയർപോർട്ട്? 6 മണിക്ക് ആകുമ്പോഴത്തേക്ക് എത്തും. ഇവിടുന്ന് 5 മണിക്ക് ഫ്ലൈറ്റ്. 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ഒരു ഫ്ലൈറ്റ് നിറച്ച് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് കൊച്ചി എയർപോർട്ടിൽ വരുന്നതായിരിക്കും. അതെ, എന്താവൂല്ലേ?
എയർപോർട്ടിൽ ജിൻഡോ ഫാൻസ് എയർപോർട്ടിൽ ആറാണ്ട് ഇതിന്റെ വിന്നർ ആയതുകൊണ്ട് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ, കാരണം അവർ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ജാസ്മിൻ ട്രിവാൻഡ്രം പോയി. ഞാൻ എണീറ്റേ ഉള്ളൂ, കിടക്കപ്പായ ഇതിനാണ് എന്റെ കണി ഇന്നത്തെ. അതായത് ജാസ്മിൻ ട്രിവാൻഡ്രം പോയി, അപ്സര പോയി, റസ്മിൻ പോയി, അർജുനുണ്ട്, അഭിഷേക് ഉണ്ട്, അർജുൻ, അഭിഷേക്, ഋഷി. അവരത്ര കാണാത്ത. ശ്രീതു വരുന്നുണ്ടോ? ഇല്ലല്ലോ, ശ്രീതു ചെന്നൈ തന്നെയാണ്. പിന്നെ ഞങ്ങളൊക്കെ നിങ്ങള് കണ്ടല്ലേ, ചോദ്യമൊക്കെ തന്നെ ഇനിയും പറയാനായിട്ടുള്ളൂ. അപ്പോ ഞങ്ങൾ ഇന്നൊരു 6 മണിയാകുമ്പോൾ എയർപോർട്ടിൽ 12:45 ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് നേരെ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് കൊച്ചിൻ എയർപോർട്ട്, അത് കഴിഞ്ഞിട്ട് മലപ്പുറം എയർപോർട്ട്. ഇത് ആലപ്പുഴ എയർപോർട്ട്. ഞാൻ മലപ്പുറത്തിലോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബിഗ് ബോസിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വെടിയും പോകുകയും. അയ്യോ അല്ല, ഇനിയാണ് വെടിയും പോകുക. അയ്യോ, ഇനി മിക്കവാറും പുറത്തുള്ള ബിഗ് ബോസ് ആയിരിക്കും. അകത്തുള്ള ബിഗ് ബോസ് ഏകദേശം കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഒക്കെ പുറത്ത് ബിഗ് ബോസ് കളിച്ചാൽ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്ക് നോക്കുക. ബിഗ് ബോസ് സീസൺ 6 പാർട്ട് 2 ഇന്നു മുതൽ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.